നമ്മളിപ്പം വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നിന്റെ വണ്ടി ഗിയർ ഉണ്ട് ഗായ്സ്, ആയിരുന്നുണ്ട്. പിന്നെ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളാണ് ഇത്രയും പേരുണ്ട്. ഗിയർ ഉണ്ടാടാ ഗിയർ. ചായ കുടിക്കാൻ പോകുന്നു ഗായ്സ്. ഇതുകൊണ്ട് കടയിൽ ചായ കുടിക്കാൻ ബാക്കി നമുക്ക് കട ചെന്നിട്ട് അടുത്ത വീഡിയോ ഇടാം ഗായ്സ്. ബൈ. നമ്മളിപ്പോൾ യദുവിൻ്റെ കടയിലൊക്കെ വന്നു. യദുവിനിപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് അങ്ങനെ വെളിയിലോട്ട് പോയി. ഇപ്പം നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബോറടിച്ച് നമ്മളിപ്പം വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളൊരു അടുത്തുള്ളൊരു പുഴയുടെ അവിടെ നിൽക്കുന്നത് ഗൈസ്. ഇതാണ് വലിയ പുഴയാണ് ഇവിടുത്തെ, കിളിമാനൂരത്തെ കെണ്ടംപുഴ. ഓക്കെ ഗൈസ്, അതാണ് പരിപാടി. പിന്നെ വേറെ നമ്മൾ നേരത്തെ ബെസ്റ്റിനെ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമ്മളെ പറ്റി വലിയ രീതിയിൽ നമ്മൾ സംസാരിക്കും ബെസ്റ്റിനെ പറ്റിയൊക്കെ. ബെസ്റ്റിയും ബെസ്റ്റ് ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഗൈസ് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ബെസ്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ പറയാം, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറയാം. ബെസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. എക്സ്പീരിയൻസ് അതെ 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 അതെ. ഇപ്പൊ നിലവിൽ ബെസ്റ്റ് ഉള്ള ആളാണ് ഗൈസ് ശ്രാവൺ. ബെസ്റ്റിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? ബെസ്റ്റി നല്ലതാണ്, എല്ലാം ഷെയർ ചെയ്യുന്ന, എല്ലാം സംസാരിക്കുന്ന, പറയുന്ന ഒരു നല്ലൊരു ആശയമാണ്. അതേ സമയത്ത് അത് വേറൊരു രീതിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരേ സമയത്ത് അത് അപകടവും. അതെ. അരുൺ എന്താണ്? നീ മതിയാക്കും, മതി മതി മതി. നീ പറ, സൗണ്ട് കൂട്ടി പറ, എങ്കിലേ കേൾക്കത്തുള്ളൂ. ചില ബന്ധങ്ങള് ഓക്കെയാണ്, ചില വഴിവിട്ട ബന്ധങ്ങളുണ്ട്. ലവർക്ക് കീഴെ ഫ്രണ്ട്ക്ക് മേലെ, അതൊക്കെ ഇച്ചിരി വിഷയമാണ് അല്ലേ? എന്നിട്ടും സമൂഹത്തെ കാണിക്കാനായിട്ട് ബെസ്റ്റി എന്നും പറഞ്ഞ് നടക്കും. പെങ്ങൾ കൂട്ടി ആ ഒരു മൈൻഡിലങ്ങ് അതത്ര നല്ലതല്ല. അതെ തന്നെ. നിനക്ക് എന്തിനാണ് പറയാനുള്ളത്? എനിക്കൊന്നും ഒന്നുമില്ല. എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനാകുമ്പോൾ പെട്ടെന്ന് കത്തും. അതെ അതെ, യോഗ്യതയില്ല അല്ലേ? അതെ അതെ. ഇത് വന്നിട്ടുണ്ട്, ഇനിമ ചായ കുടിക്കാൻ കയറാം. കേസ് ഇവിടെ വന്നപ്പോൾ ചായ തീർന്നു. കേസ് അങ്ങനെ രാഹുൽ ശ്രാവണനെ ആക്കിയിട്ട് ദോ വന്നിട്ടുണ്ട്, ദോ പോകും. അങ്ങനെ അവസാനം നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ യദുപ്പം വന്നിട്ട് നമ്മൾ ചായ കുടിക്കും. യദുവിൻ്റെ കടയിൽ ചായ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു കടയിൽ പോയി കുടിക്കാന്ന് വെച്ചാൽ ശ്രാവൺ വീട്ടിൽ പോയി രാഹുലുണ്ട് വീട്ടിലേക്ക്. നിങ്ങളത് കണ്ടു കാണും. ചായ ഉണ്ട് ചോദിക്കുന്നു. അവൻ പറ്റിച്ച് നമ്മളെ കടയിൽ ചായ തീർന്നെന്ന് പറയും. ചായ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു നാറി. പോവാൻ പോവാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന രാഹുവിൻ്റെ അതിസാഹസികമായ റൈഡിങ് ആണ്, സ്കില്ലോട് കൂടിയുള്ള റൈഡിങ്. രാഹു വീലി അടിക്കുമോ? വീലി അടിക്കുമോ? അപ്പോൾ വീലി എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഫൈനലി നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ വന്നപ്പോഴും വലിച്ചു. കട ഓപ്പൺ അല്ല. ശരി, എന്നാൽ അടുത്ത കട തുറക്കാം. നമ്മൾ അടുത്ത ചായക്കട തപ്പി പോവുകയാണ്. അടുത്ത ചായക്കട എവിടെ ഉണ്ടോ അവിടെ ചെല്ലും. ശരി എന്നാൽ ഗൈസ്, ഫൈനലി നമ്മളൊരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളത് തന്നെ നമുക്ക് ചായ കുടിക്കാം. ശരി എന്നാൽ. ക്യാമറമാൻ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ഭയങ്കര ആരാണ് ഷുഗർ കട്ട്? ഞാൻ രാഹു ഇത് കണക്കിപ്പെടാത്തതാണ് കേട്ടോ. ഷുഗർ കട്ടാണ്, പക്ഷെ പഞ്ചാര എണ്ണയാണ് തിന്നുന്നത്. അത് പിന്നെ ഷുഗർ എങ്ങനെയാവുന്ന? ഞാൻ ഒരെണ്ണം എടുത്തോളൂ. 2-3 ഒരു ദിവസം ജിമ്മിൽ പോലെ ഇന്നത്തെ പരിപാടി. ഒരാളില്ലാത്തതിൻ്റെ ഒരു ഗുണമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.